പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ ഭാരതം മഹത്തായ അത്ഭുതങ്ങളുടെ കലവറയാണ്. നിങ്ങളുടെ തെങ്കാശി യാത്രയിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഒരു മനോഹരമായ ക്ഷേത്രമാണിത്. ടു റോക്ക് കട്ട് ടെമ്പിൾ. തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ ശങ്കരൻകോവിൽ താലൂക്കിൽ തിരുമലപ്പുറം വരുണാച്ചിമലയിൽ സ്ഥിതി ചെയ്യുന്ന തിരുമലപ്പുറം ഗുഹാക്ഷേത്രം പാണ്ഡ്യ രാജാക്കന്മാർ AD 7-8 നൂറ്റാണ്ടിൽ നിർമ്മിച്ചെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രം പാണ്ഡ്യ രാജവംശക്കാലത്തെ ഒരു വാസ്തുവിദ്യ അത്ഭുതം കൂടിയാണ്. പ്രധാന കവാടം കടന്നു ചെല്ലുമ്പോൾ ഒരു ഏകശില നന്ദി പ്രതിഷ്ഠ കാണാം. പക്ഷേ അത് ഏകദേശം തകർന്ന നിലയിലാണ്. ശിവഭഗവാനാണ് പ്രധാന പ്രതിഷ്ഠ. വടക്കോട്ട് ദർശനമായുള്ള ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ഗർഭഗൃഹം കിഴക്കോട്ട് ദർശനമാണ്. 8-ാം നൂറ്റാണ്ടോടെ ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിൽ സർവ്വസാധാരണമായിരുന്ന ദ്വാരപാലകരുടെ ശില്പങ്ങൾ ശ്രീകോവിലിൻ്റെ പ്രവേശന കവാടത്തിൽ നമുക്ക് കാണാൻ കഴിയും. ക്ഷേത്രത്തിൻ്റെ പാർശ്വഭിത്തിയിൽ കൊത്തിയെടുത്ത ഗണപതിയുടെയും 4 കൈകളോടുകൂടിയ മഹാവിഷ്ണുവിൻ്റെയും നൃത്തം ചെയ്യുന്ന ശിവഭഗവാന്റെയും ബ്രഹ്മാവ് തുടങ്ങിയ അനവധി മിഴിവുറ്റ ശില്പങ്ങൾ ക്ഷേത്രഭിത്തികളിൽ നമുക്ക് കാണാൻ കഴിയും. വലിയൊരു ശിവലിംഗ പ്രതിഷ്ഠയാണ് ഈ ശ്രീകോവിലിൽ ഉള്ളത്. (1922) മുതൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലുള്ള ഒരു കേന്ദ്രീകൃത സംരക്ഷിത സ്മാരകമാണ് ഈ ക്ഷേത്രം. കൂടാതെ ഈ പാറയുടെ മറുവശത്തായി തെക്കുഭാഗത്തായി പൂർത്തിയാകാത്ത ഒരു ക്ഷേത്ര നിർമ്മിതിയും ഉള്ളതായി പറയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വരുമ്പോൾ തീർച്ചയായും അതും കൂടി സന്ദർശിക്കാൻ ശ്രമിക്കുക. വാക്കുകളാൽ വർണ്ണിക്കാൻ കഴിയാത്ത ചൈതന്യമുള്ള ഒരു മഹാക്ഷേത്രമാണിത്. ഈ മണ്ഡപത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ധ്യാനത്തിൻ്റെ പരമോന്നതയിൽ നിങ്ങൾ എത്തിച്ചേരുമെന്നത് തീർച്ചയാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ദർശന സമയം. ഈ ക്ഷേത്രത്തിലെ ശിലാരൂപങ്ങൾ പാണ്ഡ്യകലയുടെ മികച്ച ഉദാഹരണങ്ങളാണ്. 12-ാം നൂറ്റാണ്ടിലെ ഒരു ശിലാലിഖിതത്തിൽ ചക്രവർത്തിയായ ശ്രീ വല്ലഭദേവ എന്ന രാജാവ് ഈ ക്ഷേത്രത്തിന് ഭൂമി സമ്മാനമായി നൽകിയതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. തെങ്കാശിയിൽ നിന്ന് 25 കിലോമീറ്ററും തിരുമലപ്പുറം ബസ് സ്റ്റോപ്പിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരെയുമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.